1000-ഓളം സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഈ ഗവൺമെൻറ് സ്കൂളിൽ 3 നേരവും നല്ല രുചികരമായ ഭക്ഷണം നൽകി വരുന്നുണ്ട്. അടിപൊളി ഫുഡാണ് ഇവിടെ കൊടുക്കുന്നത്. നല്ല അടിപൊളി ഫുഡ്, നല്ല രസം, ഇത് കഴിക്കുന്ന സൂപ്പർ ഫുഡാണ്. കുട്ടികൾ ഈ സ്കൂളിൽ വന്ന് പഠിച്ച് തിരിച്ചു പോകുമ്പോൾ പഠനം മാത്രമല്ല വയറും നിറച്ചാണ് ഇവിടുന്ന് വളരെ സന്തോഷത്തോടെ പോകുന്നത്. അതായത് ഇവിടെ ആരും പട്ടിണി കിടക്കുന്നില്ല. ഇന്നത്തെ ഭക്ഷണം ഇഡലിയും സാമ്പാറുമാണ്. ഓരോ ദിവസവും വ്യത്യസ്തമാർന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ കുട്ടികൾക്ക് നൽകുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് നമ്മൾ വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണമുണ്ട്. അതുകൊണ്ട് വൈകുന്നേരം നമ്മൾ സായാഹ്ന ഭക്ഷണം, ആവിയിൽ പുഴുങ്ങിയ ഇലയപ്പം, കിണ്ണത്തപ്പം, തിരളിയപ്പം, കുഴക്കട്ട തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അതോടൊപ്പം നല്ല ചുക്ക് ചേർത്ത കരിപ്പട്ടി കാപ്പിയും നൽകുന്നുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഫ്രൈഡ് റൈസും കൂടി കുട്ടികൾക്ക് നൽകുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് എന്നാ കഴിക്കാൻ? ഇവിടെ തരുന്നത് നല്ല ഫുഡാണ്. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് കഴിക്കാതെ വന്നാലും ഇവിടെ തരുന്ന ഇവിടെ ഫുഡ് ഉണ്ടായത് നമുക്കതൊരു ആശ്വാസമാണ്. ഇപ്പം ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ 3 നേരം ഭക്ഷണം തരുന്ന ഒരു സ്കൂളായിട്ട് നമ്മുടെ സ്കൂൾ മാറിയിരിക്കുകയാണ്. അതിൽ ഞാനും എൻ്റെ കൂട്ടുകാരും വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. പല കുട്ടികളും പ്രഭാത ഭക്ഷണം കഴിക്കാതെയാണ് സ്കൂളിലെത്തുന്നതെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലറും പറഞ്ഞു, അവർ കൗൺസിലിംഗ് നടത്തുന്ന സമയത്തൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. രാവിലെ പല തിരക്കുകൾ കൊണ്ടായിരിക്കാം. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ ആലോചിച്ച് PTA USMC ഒക്കെ ആയിട്ട് ആലോചിച്ചിട്ട് നമ്മളിത് ഈ പ്രഭാത ഭക്ഷണ പദ്ധതി നടപ്പാക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തുമായിരുന്നു. മുടക്കം വരാത്ത രീതിയിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പാചകക്കാരി 6 മണിയോടുകൂടി എത്തും. ഇപ്പം നോൺ മീലിൻ്റെ ചാർജുള്ള സാറെത്തും, കുറച്ച് അധ്യാപകരെത്തും, PTA അംഗങ്ങളും എത്തും. അപ്പം എത്താൻ പറ്റുന്നവരൊക്കെ എത്തും. ആ സമയത്ത് ഓഫീസ് സ്റ്റാഫും വരും. പ്രധാനമായിട്ടും നമ്മുടെ പാചക തൊഴിലാളിയാണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. മറ്റുള്ളവർ സഹായമായിട്ട് ഒപ്പം നിൽക്കും. 9 മണി മുതലാണ് നമ്മൾ പ്രഭാത ഭക്ഷണം ആരംഭിക്കുന്നത്. ഒരു 9:45 ആവുന്നതോടുകൂടി അവസാനിപ്പിക്കും. പിന്നെ 10 മണിക്ക് ക്ലാസ് തുടങ്ങണമല്ലോ. ഞാൻ മിക്കവാറും ഇവിടുന്ന് തന്നെയാണ് പ്രഭാത ഭക്ഷണം കഴിക്കുന്നത്. നല്ല ഭക്ഷണമാണ്, കുട്ടികൾക്ക് വളരെ സന്തോഷമാണ്. നമ്മുടെ പ്രദേശത്തുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ, ഇവരെല്ലാം കൂടിയാണ് നമുക്ക് ഇതെല്ലാം സംഘടിപ്പിച്ചു തരുന്നത്. അവരുടെ വിശപ്പും കാര്യങ്ങളും ഒക്കെ നമ്മൾ അറിയുന്നു, അവരോടൊപ്പം നിൽക്കുന്നു എന്നൊക്കെയുള്ള ചിന്തകൾ അവർക്കും ഉണ്ടാകുന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ മറ്റൊരു സൈഡെന്ന് പറയുന്നത്. ഇതാണ് ഞങ്ങളുടെ സ്റ്റാഫ്. എല്ലാവരും എത്തിയിട്ടില്ല, കുറച്ചുപേര് ക്ലാസ്സിലാണ്. ഇപ്പോൾ എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ഇത് നമ്മുടെ പാചകത്തിൻ്റെ ഗീത ചേച്ചിയാണ്, പ്രധാനമായിട്ടും ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചേച്ചിയാണ് നോക്കുന്നത്. ബാക്കി ഞങ്ങൾ എല്ലാവരും, ഇവിടുത്തെ എല്ലാവരും, ടീച്ചിങ് സ്റ്റാഫും നോൺ ടീച്ചിങ് സ്റ്റാഫും PTA SMCയും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും ചേർന്ന് വളരെ ഭംഗിയായിട്ട് നല്ല സഹകരണത്തോടെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.